ഒരു പെസഹ കൂടി വന്നെത്തി അല്ലേ? ആ വർഷം നമ്മൾ പെസഹ മുടക്കും. നമുക്ക് ദുഃഖമായിട്ടിരിക്കുന്ന ഒരു വർഷമല്ലേ, അന്നേരം നമ്മൾ അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യൂല. ഈ ഉണക്കലരിയുടെ പെസഹാപ്പ് ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ്. അതിനൊക്കെ ഒരു ചിട്ടകളുണ്ട്, കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. പക്ഷേ ഈ രണ്ട് സ്ഥലത്തും ചെയ്യുന്ന രീതിയിലുള്ള പെസഹാപ്പാണ് ഉണ്ടാക്കണം. വളരെ വിശുദ്ധിയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യം ഇതൊക്കെ പോരെ. സെൻട്രല്ലേ? കറക്റ്റാ. പെസഹാപ്പും പെസഹാപ്പാലും നമ്മുടെ ഒരു ക്രിസ്തീയ ഭവനങ്ങളുടെ ആചാരമല്ലേ. ഒന്നാം പാലും രണ്ടാം പാലും ഇത്തവണ ഇല്ല, ഒറ്റപ്പാല് മാത്രം. പെസഹാപ്പാലല്ലേ വിശുദ്ധിയായിട്ട് ചെയ്യേണ്ട കാര്യമില്ല, അത് കാരണം അങ്ങനെ ചെയ്യും. പെസഹാക്ക് പാല് കുറുക്കുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കുറുക്കണം എന്നല്ലേ നമ്മൾ പറയണം, അല്ലാണ്ട് ശർക്കര കുറുക്കണം എന്നല്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് അല്ല ഏപ്രിൽ 2 പെസഹ വ്യാഴം 26/2026 2026. അപ്പൊ അങ്ങനെ പെസഹ വ്യാഴം ഒരു പെസഹ കൂടി വന്നെത്തി അല്ലേ? അപ്പൊ പെസഹ ക്കുള്ള പ്രത്യേകതയൊക്കെ വൈകിട്ട് അത് അപ്പം മുറിച്ച് അപ്പവും പാലും ചേർത്ത് കഴിക്കുമ്പോൾ അതിനെപ്പറ്റി അപ്പം സംസാരിക്കും, ഹസ്ബൻഡ് സംസാരിക്കും. ഞാൻ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അത്രയ്ക്ക് നോളജൊന്നുമില്ല, അറിയാമെങ്കിലും നിങ്ങളോടത് പറഞ്ഞു തരും. അപ്പം അതിനുള്ള മുന്നോടിയായിട്ട് നമ്മൾ ഒരു 2 പെസഹാപ്പവും കുറച്ച് പാലും കുറുക്കണമുണ്ട്. അപ്പം ആ 2 പെസഹാപ്പത്തിൽ ഒരപ്പം നമ്മൾ കുരിശിട്ടാണ് ഉണ്ടാക്കാറ്. അത് നിങ്ങൾ ഇതിനോടൊക്കെ 6-7 വർഷമായിട്ട് ഇത് ചാനൽ തുടങ്ങിയതിന് ശേഷം ചാനലിൽ നമ്മൾ പെസഹാപ്പവും പാലും ഉണ്ടാക്കണ വീഡിയോ എടുക്കാറുണ്ട്, കാണിക്കാറില്ലേ? കാണിക്കാറുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മരണോ അങ്ങനെയുള്ള സംഗതികളോ ഉണ്ടായ ആ വർഷം നമ്മൾ പെസഹ മുടക്കും. അങ്ങനെയാണ് പെസഹ മുടക്കണം എന്നാട്ടോ ഇത് നമ്മൾ പറയണം. നമ്മുടെ സ്ഥലത്തെ ഭാഷ നമ്മൾ പറയണമെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ദുഃഖമായിട്ടിരിക്കുന്ന ഒരു വർഷമല്ലേ, അന്നേരം നമ്മൾ അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യൂല. പക്ഷെ ആ സമയങ്ങളിൽ നമ്മുടെ ബന്ധു വീടുകളിൽ നിന്ന് നമുക്ക് പെസഹ അപ്പവും പാലും കൊണ്ടുവരും. പിന്നെ ചില വീടുകളിൽ ഇത് ശരിക്കും മുടക്കാൻ പാടില്ല, ചില വീടുകളിൽ പെസഹ പാല് കുറുക്കും കേട്ടോ. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മരിച്ചിരുന്ന ആ വർഷം നമ്മൾ പെസഹ മുടക്കി. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പെസഹ കൊണ്ടുവന്നായിരുന്നു ഇവിടെ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യൂന്ന് ഞാൻ പറഞ്ഞതാട്ടോ. ബന്ധു വീടുകളിൽ നിന്ന് നമുക്ക് കൊണ്ടുവരും. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കണ പെസഹ അപ്പം എൻ്റെ വീട്ടിലൊക്കെ കണ്ട രീതികളാണ്, നമ്മൾ പരമ്പരാഗതമായ രീതികളാണല്ലോ ചെയ്യണത്. പല രീതിയിലും പലരും ചെയ്യണുണ്ടാവും. എൻ്റെ വീട്ടിലും ഈ വീട്ടിലും ഒക്കെ ചെയ്യണ രീതി, എൻ്റെ വീടും ഈ വീടും തമ്മിൽ 10-15 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം ഈ 2 സ്ഥലത്തും ചെയ്യണ രീതിയിലുള്ള പെസഹാപ്പാണ് ഉണ്ടാക്കണത്. അതായത് ഉഴുന്ന് കഴുകി വെള്ളം മാലാൻ വെച്ച് ഉണങ്ങി വെള്ളം വാർന്നു കഴിയുമ്പോൾ നമ്മൾ ഉഴുന്ന് വറുത്തെടുക്കും. ഉഴുന്ന് വറുത്തത് പൊടിക്കും. എന്നിട്ട് നമ്മൾ ഒന്നുമല്ലെങ്കിൽ വറുത്തിയ അരിപ്പൊടി ചേർക്കണമെങ്കിൽ വറുത്തിയ അരിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ പച്ചപ്പൊടി ചേർക്കണമെങ്കിൽ പച്ചപ്പൊടി ചേർക്കാം. പച്ചപ്പൊടിയിൽ 2 ടൈപ്പ് ചേർക്കാം. ഒന്ന് മേടിക്കുന്ന നമ്മൾ പാലപ്പൊക്കെ ഉണ്ടാക്കണ പച്ചരിയില്ലേ, ആ പച്ചരി പൊടിച്ച് പച്ചപ്പൊടിയായിട്ട് എടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ തന്നെ അരി പൊടിച്ചേച്ച് വറുത്തെടുക്കാം. നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. പിന്നെ തേങ്ങ, വെളുത്തുള്ളി, ജീരകം ഇതൊക്കെ ചേർത്ത് പുഴുങ്ങിയെടുക്കാം നമുക്ക്. പിന്നെ വേറൊരു രീതിയിൽ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികൾ ചേർത്ത് നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർത്ത് ദോശക്കല്ലിൽ, കനലൊന്നും ഉണ്ടാക്കാനൊക്കെ ഇപ്പം മടിയല്ലേ. പണ്ടത്തെ കാലത്ത് ഉരുളിയിൽ, അടുപ്പിലും ഉരുളിയിൽ ഇത് കോരി ഒഴിച്ച് വെച്ച് മീതെ ഒരു കിണ്ണം വെച്ചേച്ച് അതിൻ്റെ മീതെയും കനലിട്ട് ചുട്ടെടുക്കുമായിരുന്നു. ഇപ്പം എങ്ങനെയാണ് എളുപ്പമാർഗ്ഗം ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ അടുപ്പില്ലാത്തവരൊക്കെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനും ചെയ്തിട്ടുണ്ട് അടുപ്പുണ്ടെങ്കിലും, അതായത് ഗ്യാസ് ഇട്ട് കല്ലിൻ്റെ ദോശക്കല്ല് വെക്കും. എന്നിട്ട് അടിയിൽ സിമ്മിൽ ഇങ്ങനെ വെക്കും ഫ്ലെയിം. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇത് ഒരു പാത്രത്തിൽ തന്നെ കോരി ഇത് ഒഴിച്ച് വെച്ച് മീതെ ഇങ്ങനെ അത് മൂടി വയ്ക്കും. മൂടി വെച്ചേച്ച് തിരിച്ചും മറിച്ചു വിടണം. അപ്പം അങ്ങനെ ചുട്ടെടുക്കാറുണ്ട്. ഉള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും അതിന് മൂപ്പിച്ച് ചേർക്കും. അതായത് പുളിച്ചേപ്പത്തിന് നമ്മൾ മൂപ്പിക്കൂലേ, അതുപോലെ മൂപ്പിച്ച് ചേർക്കും. പിന്നെ അങ്ങനെ ഇപ്പം ഞാൻ 2 കൊല്ലമായിട്ട് പുഴുങ്ങിയാണ് എടുക്കാറ്, ചുട്ടങ്ങനെ എടുക്കാറില്ല. പിന്നെ നീ ഒരു പ്രാവശ്യം മൈക്രോവേവിൽ ചുട്ടില്ലേ, ഓർക്കുണ്ടോ? നേരത്തെ കുറേ മുമ്പ് മൈക്രോവേവിൽ ഒരു പ്രാവശ്യം ഇവള് ചുട്ടായിരുന്നു, കുഞ്ഞപ്പായിട്ട് വരണം. അപ്പം അങ്ങനെ പല രീതിയിൽ ചെയ്യാം. പിന്നെ വേറൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്ത് ഈ കൃഷിയൊക്കെ ഉള്ളപ്പോൾ വീടുകളിൽ ഉണക്കനെല്ല് കുത്തിക്കും. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉണക്കനെല്ല് നേരത്തെ പറഞ്ഞേക്കണമെന്ന്, ഉണക്കനെല്ല് എന്നാന്നുള്ളത്. പാടത്തുനിന്ന് കൃഷി ചെയ്ത് കൊണ്ടുവരുമ്പോൾ പനമ്പിൽ നെല്ലൊക്കെ പാറ്റിപ്പറക്കി നമുക്ക് എടുത്ത് വെച്ച് പുഴുങ്ങാതെ പനമ്പിൽ പച്ചനെ തന്നെ ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തേച്ച് ആ നെല്ല് മില്ലിൽ കൊണ്ടുപോയി കുത്തും.
കുത്തിയേച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പാറ്റിപ്പറക്കി എടുത്തേച്ച് അത് വെള്ളത്തിലിട്ട് കുതിർത്തി നമ്മൾ പൊടിച്ച് വറക്കും. പൊടിച്ച് വറക്കാതെയും ചൂടാം, വറുത്ത പൊടിയും കൊണ്ടും ചൂടാം, പച്ചപ്പൊടിയും കൊണ്ടും ചൂടാം. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ, ഇവിടുത്തെ അമ്മച്ചിയൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തിച്ച് വെച്ച് പൊടിപ്പിച്ച് വറുത്ത് വെക്കുന്ന ടിന്നുകളിലാക്കി വെക്കും. എന്നിട്ട് അത് പുട്ട്, അപ്പം, ഇഡലി ഇതിനൊക്കെ ഈ പൊടി എടുക്കണം, പിടി ഇതിനൊക്കെ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഇച്ചിരി കുറവാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഓർക്കലിനില്ലേ ഉണക്കലരിയുടെ പൊടി കൊണ്ടുണ്ടാക്കണേ. അപ്പം ഇപ്പം കൃഷിയും പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, പിന്നെ അത് മാത്രമല്ല ഈ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വെളുത്ത നിറം മെയിൻറ്റെയിൻ ചെയ്യണം വലിയ ഇഷ്ടമാട്ടോ. അപ്പം ഈ ഉണക്കലരിയുടെ പെസകാപ്പം ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ്. എല്ലാ അപ്പത്തിനും ടേസ്റ്റ് ഉണ്ട് ഉണക്കലരിയുടെ. അപ്പം ഞാൻ കരുതി മാർജിൻ ഫ്രീയിൽ ഉണക്കലരിയായിട്ട് കിട്ടും. അപ്പോൾ 1 കിലോ ഉണക്കലരി ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇത് ആവശ്യത്തിന് എടുത്തേച്ച് ബാക്കിയുള്ളൂ നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കാം. അപ്പം അത് കാരണം 1 കിലോ ഉണക്കലരി മേടിച്ചു. പിന്നെ അതൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഉണക്കലരിക്ക് ഇപ്പോഴത്തെ റേറ്റ് 1 കിലോയ്ക്ക് 66 രൂപയാട്ടോ ഇവിടെ മാർജിൻ ഫ്രീയിൽ. അപ്പം നിങ്ങളെ ഉണക്കലരി അവിടെ കവറിലിരിക്കണം, ഞാൻ കാണിക്കാം. കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. വെള്ളം മാർന്നിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പൊടിക്കുകയോ അരയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് പെസകാപ്പത്തിന് ഇച്ചിരി ബ്രൗണിഷ് കളർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ചെയ്യണത്. അപ്പം നമുക്ക് ഇത് വെള്ളം മാർന്നിട്ടുണ്ട്, കൊണ്ടുപോയി വറക്കാമെന്നാ. ഉഴുന്ന് വറുത്ത് തണുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി സംഗതികളൊക്കെ മിക്സ് ചെയ്തിട്ടൊരു അരമണിക്കൂർ വെച്ചേച്ച് പുഴുങ്ങിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ശരിക്കും പെസകാപ്പവും പാലും ഉണ്ടാക്കണം ഉച്ച കഴിഞ്ഞിട്ടാ സാധാരണ നമ്മൾ. അതിനൊക്കെ ഒരു ചിട്ടകളുണ്ട് കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കുന്നത് പോലെ. പക്ഷേ നമുക്ക് 2 സംഗതികളും കൂടെ ഉണ്ടാക്കാനുള്ളത് കൊണ്ടും വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടും അപ്പം കാലത്തെ പുഴുങ്ങിയെടുക്കാം. കാലത്തെ മീൻസ് ഉച്ചയാവും പുഴുങ്ങി കഴിയുമ്പോൾ 2 ഉണ്ടാക്കണമുണ്ട്, 2 ഉണ്ടാക്കണുള്ളൂ. പിന്നെ പാല് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ കുറുക്കാം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പെസഹായെ പറ്റി പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പെസഹ എന്ന് പറയാൻ മേല, നന്മ നിറഞ്ഞ പെസഹ ആശംസ നേരുവാ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതൊക്കെ ഇച്ചിരി ഉണങ്ങാനുണ്ട്. ഒരു ഇങ്ങനത്തെ ഡിഷ് മേടിക്കായിരുന്നു, ഓർത്തില്ല. കൊണ്ടുപോകാം നമുക്ക്. നന്നായിട്ട് വെള്ളം മാറും. പിന്നെ വെള്ളം മാരുമല്ലോ, ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ അത് വറക്കാൻ ബുദ്ധിമുട്ടല്ലേ. ശരിക്കും വറുത്തെടുക്കണം. നീ പോവാം ലൈറ്റ് ഇട്ടോ. ഇങ്ങനെ കഴുകി വെള്ളം വാർത്തി ഉണക്കിയെടുത്ത് ഉഴുന്ന് ഞങ്ങൾ വറക്കുവാട്ടോ പെസഹാപ്പത്തിനുള്ളത്. ഇനി നല്ല കരിഞ്ഞല്ല, ഡാർക്ക് കളറ് തന്നെ, അന്നേരമാണ് നമ്മൾ ഓഫ് ചെയ്തെടുക്കണത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നിൻ്റെ പച്ചക്കുത്ത് പോകാനും ടേസ്റ്റ് കൂടാനും പിന്നെ കളർ കിട്ടാനും പല കാരണങ്ങളുണ്ട്. അപ്പം അതെ പെസഹാപ്പം ഉണ്ടാക്കണതിൻ്റെ മുന്നോടിയായിട്ട് ഉഴുന്ന് വറക്കണ പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാങ്ങാറായിട്ടുണ്ട്. ഇച്ചിരിയോടെ ഒന്ന് ചുമന്നോട്ടെ കേട്ടോ, കരിയാൻ പാടില്ല, ചുമക്കണം മാക്സിമം. കളർ ഇതിന് വേണ്ടിയാണ് നമ്മളിത് ഈ പരുവത്തിനാട്ടോ ഉഴുന്ന് വറുത്തത്. ഇതിലിരുന്ന് ഒന്നോടെ ചൂടാകും, നമുക്ക് ഒന്നോടെ മൊരിയും. പക്ഷെ ഇനി നമുക്കധികം മൊരിക്കണ്ട, അതുകൊണ്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മറിച്ച് ഇടാം. അപ്പം അത് തണുത്ത് കിട്ടും. തണുത്തതിന് ശേഷം പൊടിക്കാം കേട്ടോ. ഇതിലിരുന്നാൽ തണുക്കാൻ താമസം വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഉച്ച കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. പക്ഷെ 2 കൂടെ ഉച്ച കഴിഞ്ഞ് ചെയ്ത് പിന്നെ വീഡിയോ പരിപാടിക്ക് താമസം വരും. അതുകൊണ്ട് ആദ്യം അപ്പം പുഴുങ്ങി വെക്കാമെന്ന് ഓർത്താ കേട്ടോ. പടം എടുത്തോ. ചൂടാറാൻ വേണ്ടി ചീൻചട്ടിയിൽ നിന്ന് മാറ്റി ഞാൻ പ്ലേറ്റിലേക്ക് നിരത്തിയിട്ടോ. പോഴ്സിലിൻ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാകും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ആയി വരുമ്പോഴത്തേക്കും പൊടിച്ചെടുത്താൽ മതി. അരിയും കുതിരണമല്ലോ. ഇങ്ങനെ പൊടിച്ചെടുത്തോണ്ട് വരാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇടാൻ നമുക്ക് കാണിക്കാം. ഓക്കെ, തരിങ്ങോട് കൂടി വേണം കേട്ടോ, നൈസായിട്ട് പൊടിയരുത്. പെസകാപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അപ്പം അല്ലെന്ന് അറിയാലോ. നമ്മൾ ഉഴുന്ന് വറുത്ത് പൊടിച്ച് തരിങ്ങോട് കൂടി, അരിയും നമ്മൾ അരയ്ക്കുകയോ പൊടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് തരിങ്ങ് വേണം, നൈസായിട്ടിരിക്കരുത്. പെസകാപ്പത്തിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതായത് അറിയാവുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലത്തും പിന്നെ പല രീതിയിൽ ഉണ്ടാക്കണതുണ്ടാവും കേട്ടോ. നമ്മുടെ സ്ഥലത്തെ രീതി പറഞ്ഞതാ. ഞാൻ ഇട്ടേച്ച് കയ്യിലെടുത്ത് കാണിക്കാം തരിങ്ങ് കേട്ടോ. തരിങ്ങോട് കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം പെസകാപ്പം അങ്ങനെ ഇച്ചിരി ഹാർഡ് കടുപ്പമുള്ള അപ്പം അത് ഇങ്ങനെ തരിങ്ങുണ്ട് കണ്ടോ. ഇനി നമുക്കത് മൂടി വെക്കാം. ഒരുപാട് പേര് ചോദിക്കൂലേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഉണക്കലരിയും കണ്ടാ ചുടണേന്നാ. ഉണക്കലരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഗ്ലാസ്സിന് ഇതിൻ്റെ വില ഇതിലുണ്ട് കേട്ടോ പറയാം. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് നമ്മൾ എടുക്കണേ. 1 ഗ്ലാസും പിന്നെ 1/2 ഗ്ലാസ് വടിച്ചും കൂടെയാണ് നമ്മൾ എടുക്കണത്. ഇത് അപ്പം ചൂടാനായിട്ട്. അപ്പം 1 കിലോയ്ക്ക് 66 രൂപയാണ് ഇതിൻ്റെ വില. അപ്പം ഇത് 1.5 ഗ്ലാസ് എടുക്കും. ഉഴുന്ന്
മുക്കാൽ ഗ്ലാസ് എടുക്കും. എത്ര വേണമെങ്കിലും എടുക്കാം, നമ്മൾ എടുക്കണ 1.5 ഗ്ലാസ്സാന്ന് മാത്രം. 1.5 ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം കഴുകി വാരി വൃത്തിയാക്കി ഒരു 4-5 ട്രിപ്പ് കഴുകിയെടുക്കുക. തവിടിൻ്റെ നിറം ഉണ്ടാവും. കഴുകിയെടുത്തിട്ട് നമ്മളത് പൊടിക്കുകയോ അരയ്ക്കുകയോ ചെയ്യാം അരി. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നനവതിലുണ്ട്. അപ്പം അങ്ങ് അരച്ച ആ കൂടെ ഒന്ന് ക്രഷ് ചെയ്തേച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഇട്ട് അതും അങ്ങ് അരഞ്ഞോളും. ഇപ്പം ഒറ്റയടിക്ക് കഴിയും. അപ്പം കുഴവ് ആവശ്യത്തിനുള്ളത് ഇതിലാവും, പൊടി നനയാനുള്ളത്. ഇത് കോരി ഒഴിച്ച് ചുടണേ അപ്പം അല്ല, കൈകൊണ്ട് നിരത്തിയാണ് നമ്മൾ ചുടണത്. അത് കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ പോലെ. എല്ലാ കൊല്ലത്തെ വീഡിയോയിലും കൈകൊണ്ട് നിരത്തണതുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി അറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 1 ഗ്ലാസ് ആണെങ്കിൽ 1/2 ഗ്ലാസ് ഉഴുന്നെടുക്കണം. ഇതിപ്പോൾ 1.5 ഗ്ലാസ് അരി എടുക്കണം കൊണ്ടത് 3/4 ഗ്ലാസ് ഉഴുന്ന് കുതിരൂല നമ്മളെ. ഇപ്പം നമുക്കെന്നാ അരിയുടെ പരിപാടി ചെയ്യാം. കറണ്ടെല്ലാം പോയാലും പിന്നെ പ്രശ്നമാവും. അപ്പം അതിന് വലിയ ബൗൾ വേണം. ഇത് പോരാ. ഇത് അരിക്ക് സ്വല്പം വെള്ളം ഇട്ടിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്ത് ഒരുവിധം ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും ചേർക്കാം. അത് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും വെള്ളം മതി, വെള്ളം കൂടി പോകരുതല്ലോ, അതുകൊണ്ടാണ്. അരി ഒന്ന് ക്രഷ് ചെയ്തു കേട്ടോ. ഇപ്പം നനവ് കണ്ടോ? അതെ, ഉണക്കലരി. അതെ, തേങ്ങ ഒരു മുഴുത്ത തേങ്ങയുടെ 1 മുറി ഫുൾ എടുത്തു. 1 മുറി മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം മുഴുത്ത തേങ്ങ ആയതുകൊണ്ടാണ്. ചെറിയ തേങ്ങയാണെങ്കിൽ 1 തേങ്ങ എടുത്താൽ നല്ലതാട്ടോ. എന്നാന്ന് വെച്ചാൽ തേങ്ങ ചേർന്നാൽ രുചി കിട്ടൂല. ഇത് പച്ചത്തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്. പെസഹാപ്പൊക്കെ ചുടാൻ പച്ചത്തേങ്ങയാണ് നല്ലത്. പിന്നെ ദേ വെളുത്തുള്ളി, ഞാൻ വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയതാട്ടോ. വെളുത്തുള്ളി ജീരകം നമ്മൾ ചേർക്കണതാട്ടോ ഈ പറയണത്. ഇതിന്റെ കൂടെ ഇട്ട് ഒതുക്കിയെടുക്കും. അരയണ്ട, ഒതുക്കിയാ മതി. കടുകടുന്നിരിക്കണം. അപ്പം ഞാൻ ഒതുക്കിക്കൊണ്ട് വരാം. ദേ അടിച്ച് ഫോമ ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ തരിങ്ങ് വേണമെന്നത്. ഈ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന്, ഈ അരിയും തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും അരച്ച് മിശ്രിതത്തിലേക്ക് ചേർത്ത് ഒരു 1/2 മണിക്കൂർ നമ്മൾ വെക്കണം. അങ്ങനെ നമുക്കിപ്പോൾ കുഴച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് 1/2 മണിക്കൂർ വെക്കണം. എന്തിനാന്ന് വെച്ചാൽ അത് ഉഴുന്നും അരിയും അതിൻ്റെ എല്ലാ അരപ്പുകളെല്ലാം കൂടെ ഒന്ന് ചേർന്ന് യോജിച്ച് വരാൻ വേണ്ടി. എന്നിട്ട് നമ്മളത് കോരി ഒഴിക്കുന്ന പരുവത്തിനെല്ലാം കൈകൊണ്ട് തന്നെ തവയില് നിരത്തുക പതിവ്. ജീരകവും വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്താക്കണം കേട്ടോ. ദേ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മിക്സിയിൽ നിന്ന് നമ്മൾ കുഴച്ചിട്ട് നമ്മുടെ പരുവം കഴിഞ്ഞ്, അല്ല നമ്മുടെ പരുവത്തിനുള്ള നനവുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർക്കൂല. ഇല്ലെങ്കിൽ സ്വല്പം വെള്ളം ചേർത്ത് കുഴച്ച് വെക്കും. ഉപ്പും കൂടെ ഈ കൂടെ ചേർത്ത് വെക്കണം കേട്ടോ. ഇത് പൊങ്ങാനൊന്നും വെക്കൂല, കുറച്ച് നേരം ഒന്ന് മിക്സ് ആവാൻ വെച്ചാൽ മതി. ഉഴുന്നുമായിട്ട് മിക്സ് ആയി കിട്ടാൻ. അത് മാത്രമേ ഇതിന്റെ പരിപാടിയുള്ളൂ. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ച് നോക്കട്ടെ പരുവ കേട്ടോ. കുറവാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സി ഇതാക്കി എടുക്കാം. ഇപ്പം ഉപ്പും കൂടെ ചേർക്കട്ടെ. എന്നാ ഉപ്പ് കൂടിപ്പോകാൻ പാടില്ല, നോക്കി നോക്കി ചേർക്കണം ഉപ്പ്. കുഴയ്ക്കുവാണേ. വെള്ളം വേണ്ടി വരും ഇച്ചിരി. എന്നാന്ന് വെച്ചാൽ ഉഴുന്ന് ഉണങ്ങിയ ഇതല്ലേ, ഡ്രൈ ആയിട്ട് അങ്ങ് പൊടിച്ചെടുത്തല്ലേ വറുത്ത. അപ്പം നനവ് വേണ്ടി വരും. അതനുസരിച്ച് കുറച്ച് മതി. ഞാൻ മിക്സിയിൽ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരാം. പെസഹാപ്പും പെസഹാപ്പാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ നീറ്റായിട്ട് വേണം. പാത്രം നീറ്റായിരിക്കണം, നമ്മുടെ പ്രമിസസ് നീറ്റായിരിക്കണം. വളരെ വിശുദ്ധിയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യം ഇതൊക്കെ. ഇതിന്റെ പാകം ഇതാ. അതെ ഇനി ഇപ്പോൾ കുഴച്ച് വെച്ചേക്കുമ്പോഴേ ഉഴുന്ന് വറുത്തതായതുകൊണ്ട് ചിലപ്പോൾ അതിലേക്ക് പിടിക്കും. അപ്പം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം അങ്ങ് ചേർത്താൽ മതി. അന്നേരം ഇതിൽ വെള്ളമുണ്ട്, ഇത് ഗ്ലാസ്സിലേക്ക് പകർത്തി വെക്കാം. കഴുകിയ വെള്ളം, അരച്ച പാത്രം കഴുകിയത്. മൂടി വെക്കട്ടെ എന്നാ? മൂടി വെച്ചോ. ഇച്ചിരി ഡ്രൈ ആയിരുന്നിരുന്നതേ. അപ്പം ഞാൻ ഇച്ചിരി ആ മിക്സി കഴുകി നമ്മൾ വെള്ളം എടുത്ത് വെച്ചില്ലേ, ഇച്ചിരി വെള്ളം ഒഴിച്ചത് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പരുവ ഉഴുന്നങ്ങ് കുടിക്കും. അത് ഡ്രൈ ആയിട്ടിരിക്കണല്ലേ, വറുത്ത് കുടിക്കണോണ്ട്. പിന്നെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതില്ല ചുടണമെന്ന് 1 സ്റ്റീൽ പ്ലേറ്റ് ചുടാന്ന് നോക്കാം. അപ്പം അതിലേക്ക് നന്നായിട്ട് ഞാൻ നെയ്യാണ് തൂത്താക്കണം. ഓയിലോ എന്തെങ്കിലും തൂത്താൽ മതി. അത് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ വിട്ടു പോരണ്ടേ ഇതിൽ നിന്ന്. അപ്പം അതുകൊണ്ട് നെയ്യ് തൂത്തിട്ടുണ്ട്, നന്നായിട്ട് തൂത്തിട്ടുണ്ട് വിട്ടു പോരാൻ വേണ്ടി. എന്നിട്ട് നമുക്കിതിലേക്ക് പരത്താം. ഞാൻ പറഞ്ഞില്ല ഞാൻ കൈ കൊണ്ടാണ് പരത്തണം, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 1 നമുക്ക് സ്റ്റീൽ പ്ലേറ്റിൽ വെക്കാം. ഇത് ഒത്തിരി ചില സ്ഥലങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ കട്ടിയിലുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. എനിക്ക് ഒരുപാട് കട്ടി അങ്ങനെ ഇഷ്ടമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ആയിട്ടല്ല, ഒന്നാമത് ഇത് കടുകടുന്നല്ലേ ഇരിക്കണേ. അപ്പം കടുപ്പവും കൂടെ കൂടുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല കടിക്കാൻ. അപ്പം അത് കാരണം ഇച്ചിരി തിന്നായിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. കട്ടിയിലാണ് സാധാരണ ഒരുമാതിരി വീടുകളിലൊക്കെ ചെയ്യാറ്. എൻ്റെ വീട്ടിൽ ഒരുമാതിരി കട്ടിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ച മാർഗ്ഗമാണ്. കട്ടിയും
കടുപ്പം കൂടെ ആകുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഹാർഡാവും ഒരുപാട്. ഇതിപ്പോൾ അധികം തിക്നെസ് വെച്ചിട്ടില്ലെങ്കിൽ ഇത് പൊങ്ങൂലല്ലോ, പുളിപ്പിക്കുന്നില്ലല്ലോ. അപ്പം പുളിപ്പിക്കാത്ത അപ്പമാണിത്. അപ്പം നമുക്ക് അധികം കട്ടിയില്ലാതിരിക്കുവാണെങ്കിൽ കഴിക്കാനൊരു സുഖം ഉണ്ടാവും മൊത്തത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം കൈകൊണ്ട് തന്നെ പരത്തി വെച്ച്, കൈയൊക്കെ നല്ല നീറ്റായിട്ട് അറിയാലോ, ഇതാക്കി വെച്ച് നമ്മൾ കൈകൊണ്ട് പരത്തുക, എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് മീതെ ആദ്യം ചുടുന്ന അപ്പത്തിന് തന്നെ കുരിശ് വെക്കാം. കുരിശിട്ടങ്ങ് ചുട്ടും മാറ്റാം. പിന്നെ ഉള്ളതിന് സാധാരണ രീതിയിൽ ഒരെണ്ണം. അപ്പം അവിടെ കുരിശ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കൊണ്ടൊന്ന് ഇത്രയും പോരെ തിക്നെസ്. ഒരു കാര്യം ചെയ്യട്ടെ കേട്ടോ, തട്ടി കൊടുക്കേണ്ട കാര്യമില്ല, ലെവലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഇത് മറ്റേ അപ്പത്തിന് വെച്ചേക്കാം. രണ്ടാമത്തേന് 1.5 ഗ്ലാസ് അരി, 3/4 ഗ്ലാസ് ഉഴുന്നും, 1 മുറി തേങ്ങ എടുത്ത 2 അപ്പ. കറക്റ്റാ. കുരിശെടുത്തോണ്ട് വരാം. എന്നാൽ പതിപ്പിച്ച് വെക്കാം. കറക്റ്റാ. ഉഴുന്നിൻ്റെ ആട്ടോ ഈ കറുപ്പ് രാശിയൊക്കെ ഇടണം പൊടിക്കുമ്പോൾ. അത് ഡാർക്ക് ബ്രൗൺ ആയതുകൊണ്ട് അതിൻ്റെ ഇതാ. പിന്നെ തേങ്ങാപ്പൊരിയുടെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. തേങ്ങ ചിരണ്ടിപ്പോൾ വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് വെക്കാം. ലെവല് ശരിയല്ലേ? അവിടെ കയറി നോക്കേണ്ടി വരും. പോരെ? സെൻറ്ററല്ലേ? കറക്റ്റാ. ഇനി ഒന്നും ചെയ്യണ്ടല്ലോ. വേണ്ട, എന്നാൽ ഫുള്ളിലാക്കിക്കോട്ടെ. 30 മിനിറ്റ് വേണോ അല്ലേ? അരമണിക്കൂർ വേണ്ടി വരും. ആ തിക്നെസ് അനുസരിച്ചിരിക്കും. നമുക്ക് മൂടാട്ടോ. വെച്ച സമയം 11:20. 11:40 നമുക്ക് എടുക്കാം കേട്ടോ. അരമണിക്കൂർ കടുപ്പമുള്ളതല്ലേ, അതുകൊണ്ടാണ്. അപ്പം ശരി, ഇത് നമുക്ക് നോക്കാവേ. തുറക്കട്ടെ. ആവി കയ്യിലേക്കൊക്കെ പറക്കും. നോക്കട്ടെ കേട്ടോ. ഭയങ്കര ബല ഇത് അടപ്പ് തുറക്കാൻ, എയർ പോവാതെ. ഇത് ആയിട്ടുണ്ട്. കണ്ടാ അറിയാം. ആ കളറും ഒക്കെ കണ്ടാ അറിയാം. ഞാനെന്നാ ഒന്ന് തൊട്ട് നോക്കിയേക്കാൻ വേണമെങ്കിൽ. 20 മിനിറ്റും കൊണ്ടായി കേട്ടോ. ഞാൻ പറഞ്ഞില്ല തിക്നെസ് ഇല്ലല്ലോ, അതുകൊണ്ട് അത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനി എടുത്തേച്ച് അടുത്ത തോരണം കൂടി ഉള്ളത് വെക്കാം. ഇത് കുരിശിട്ടതാ. എടുക്കുവാണേ. ഞാൻ ഈ ടർക്കി തൊട്ടാലേ പിന്നെ അതിലൊക്കെ മുട്ടിയാൽ ശരിയാവൂല. സൈഡ് ചെയ്തല്ലേ, അതുകൊണ്ട് ദേ ഇങ്ങനെ അങ്ങ് എടുത്താ. അതെ, ഒരു പ്ലേറ്റിലേക്ക് തന്നെ ആട്ടോ വെച്ചേക്കണേ. കുരിശിട്ട ഇതുമല്ലേ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. ഇപ്പൊ രണ്ടും സെയിം കളറായല്ലോ. അത് തണുത്ത് കഴിയുമ്പോ ഡാർക്കായിട്ട് വരും. വാങ്ങുമ്പോ അത്ര ഉണ്ടാവൂല. തണുത്ത് കഴിയുമ്പോ ഞാൻ പറഞ്ഞില്ല ഡാർക്കായി വരും. അതെ. ഇപ്പൊ ഇത് ഡാർക്കായ പോലെ തന്നെ ഈ അപ്പവും കുരിശിടാത്ത അപ്പവും ഡാർക്കായിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് കഴിക്കുമ്പോ പറയാം. അപ്പൊ ഇനി പാലുണ്ടാക്കാൻ തുടങ്ങാം. സമയം വൈകുന്നേരം 3 മണി. 3:15 കേട്ടോ. അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പെസക പാലുണ്ടാക്കാനായിട്ട് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചേക്കുക. ഒരുണ്ട ശർക്കര എടുത്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് അത് ഒരു കഷ്ടി ഒരു 400 ഗ്രാം ഉണ്ടാവും. മുഴുത്ത ഉണ്ടയായിരുന്നു. അത് ഒരു ഉണ്ട എടുത്തിട്ടുള്ളൂ. കാരണം മധുരമല്ലേ എല്ലാം ഇങ്ങനെ ഒരുപാട് കഴിക്കണ്ടല്ലോ എന്നോർത്താ. പിന്നെ പെസകാപ്പാല് പെസകാപ്പവും പെസകാപ്പാലും നമ്മുടെ ഒരു ക്രിസ്തീയ ഭവനങ്ങളിലെ ആചാരമല്ലേ. അപ്പൊ അത് നമ്മള് മുടക്കണ്ടല്ലോ എന്ന് കരുതി അത് നമ്മൾ അനുഷ്ഠിച്ചു പോന്നു തലമുറകളായിട്ട്. അപ്പൊ അതിന്റെ പ്രതീകമായിട്ട് നമ്മൾ കുറച്ച് എന്തായാലും നമ്മുടെ വീടുകളിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് പാല് ശർക്കര ഉരുക്കാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ ചിരണ്ടി എടുക്കാം കേട്ടോ. അപ്പൊ ഇത് തണുത്തിട്ട് വേണം തേങ്ങാപ്പാലും അരിപ്പൊടിയൊക്കെ ചേർത്ത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തണുക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് അടുപ്പത്തിരുന്ന് ഉരുകട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും തേങ്ങ ചിരണ്ടി എടുക്കാം. ഈ ഉരുക്കിയ ഈ ശർക്കര ഉരുക്കിയ സിറപ്പ് അരിച്ചെടുക്കണം. ശർക്കര ഉരുക്കാൻ വെക്കുമ്പോ വെള്ളം ഒഴിക്കില്ല അല്ലെ? പിന്നെ വെള്ളം ഒഴിക്കാതെ പറ്റൂല. വെള്ളം ഒഴിച്ചാ അല്ലെങ്കിൽ അടി പിടിക്കൂലേ. വെള്ളവും ശർക്കരയും കൂടെ ഉരുകിയ സംഭവമാണിത്. അപ്പൊ ആ കൂടെ തന്നെ ഞാൻ ഒരു തേങ്ങ, മീഡിയം തേങ്ങ, ഒരു ഫുൾ തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. ഞാനത് പിഴിഞ്ഞോണ്ട് വരാം. പിഴിയല്ല, മിക്സിയിൽ അടിക്കട്ടെ കേട്ടോ. അടിച്ച് പിഴിഞ്ഞ് പാലിങ്ങ കൊണ്ടുവരാം. ഇത്തവണ നമുക്ക് പാലെടുക്കുമ്പോൾ വേറൊരു രീതി ചെയ്യാം. വേറെ രീതിയൊന്നുമല്ല, അത് പറയാൻ എടുക്കുമ്പോൾ 1-ാം പാലിനും 2-ാം പാലിനും ഇടയ്ക്കുള്ള രീതിയിൽ കുറുകിയ രീതിയിലുള്ള തേങ്ങാപ്പാലങ്ങ് പിഴിഞ്ഞ് മൊത്തമായിട്ടങ്ങ് എടുക്കാം. അപ്പോൾ ഒറ്റയടിക്ക് ഇത് ചെയ്യാം. സെപ്പറേറ്റ് വെള്ളം ഒരുപാട് നിറപ്പിച്ച് 2-ാം പാൽ എടുക്കണില്ല, ഒറ്റ പാലിൽ നിർത്തും. അപ്പോൾ കൂടുതൽ കൊഴുപ്പ് ഉണ്ടാവൂല, തീരെ കൊഴുപ്പ് കുറവുമായിരിക്കുമല്ലോ. 1-ാം പാൽ ആഡ് ചെയ്യണ്ട. ആ രീതിയിൽ എന്ന് ചെയ്യാൻ പോണം കേട്ടോ. അപ്പൊ ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. അന്നേരത്തേക്ക് ഇത്
പിഴിഞ്ഞെടുക്കാം. ചേർത്തും വരാം, നമുക്ക് പിഴിഞ്ഞെടുക്കാം പാല്. ഒന്നാം പാല് രണ്ടാം പാലും പോരെ, 3 വേണ്ടല്ലോ? ഒന്നാം പാലും രണ്ടാം പാലും ഇത്തവണ ഇല്ല, ഒറ്റപ്പാല് മാത്രം. ഓ അത് ശരി. കുറച്ച് വെള്ളം കൂടുതൽ അങ്ങ് ഒഴിച്ചേച്ച് അരിപ്പൊടി ചേർക്കണോണ്ട് കൂടുതൽ എന്തായാലും കിട്ടൂല. കുറച്ച് വെള്ളം കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം. സാധാരണ 2 പാലെടുത്താ ചെയ്യാറ്, ഇത്തവണ അങ്ങനെ ചെയ്യണില്ല. പ്രസ് ചെയ്താൽ മതി. തേങ്ങയുടെ പൊരിപ്പലാട്ടോ, പൊരി പോലെ കിടന്ന് തേങ്ങയുടെ പൊരിപ്പലല്ലാണ്ട് വേറെ കരടുകളൊന്നും അല്ല. എല്ലാം കിട്ടിയിട്ടുണ്ടോ? ശരിയാവില്ല, കൊഴുപ്പുണ്ട് നന്നായിട്ട്. അത്രയും വേണ്ട. ഞാനൊരു കാര്യം കൂടെ ചെയ്യാം. ഇച്ചിരിയോടെ വെള്ളം ഒഴിച്ചേച്ചേ ഇച്ചിരിയോടെ നിറച്ച് ചീലേങ്ങ എടുത്തേച്ച് അതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല 2 തരത്തിൽ ഉണ്ടാക്കണില്ല, എന്നിട്ട് ഒറ്റ ഇതായിട്ട് അങ്ങ് എടുത്ത് അരിപ്പൊടി അതിലേക്ക് കുറുക്കാം. പിന്നെ കുഴപ്പമുണ്ടാവില്ല. അരിപ്പൊടി കുറുക്കാനുള്ളത് കൊണ്ടാട്ടോ അങ്ങനെ ചെയ്യണത്. ഇനിയല്ലാതെ ഇതിലേക്ക് ഇട്ട് വീണ്ടും ഇച്ചിരി വെള്ളം എടുത്ത് ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം കേട്ടോ. എന്നിട്ട് അവിടെ ഇട്ട് പിഴിയാം. മാക്സിമം ഇങ്ങനെ എടുക്കുവാണേ, മാക്സിമം ഊറ്റി ഇങ്ങനെ എടുക്കുക. ഇച്ചിരി വെള്ളം ഇനി ഒന്നും ബാക്കി വരുന്നത്. ആദ്യത്തേല് വെള്ളം തീരെ കുറവായി പോയി, അതിലേക്കൊക്കെ മിക്സ് ചെയ്യുമ്പോ കറക്റ്റായി. അത് കറക്റ്റായി കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, കറക്റ്റ് ആവുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല അരിപ്പൊടി ചേർക്കും. മാവ് അല്ല പാല് കുറുക്കണം എന്നല്ലേ നമ്മൾ പറയണേ. ഒഴിക്കാം കണ്ടോട്ടോ. അതെ ശർക്കര ഉരുക്കിയ കപ്പാട്ടോ, അതാ ചുമപ്പ് നിറങ്ങണ്ടേ. ഒരു 2 കൂമ്പനെ വറുത്ത പൊടി ഇട്ടേച്ച് നമുക്കൊന്ന് നോക്കാം. ഉണ്ട് ഇതിവിടെ ഇരിക്കട്ടെ, ബാക്കി പൊടി ചിലപ്പോൾ വേണ്ടി വരും, അറിയില്ല എങ്ങനെയാന്ന്. ഇതൊന്നും ആണ്ടിലൊരിക്കൽ ചെയ്യണതായതുകൊണ്ടേ കറക്റ്റ് അങ്ങനെയൊന്നും വലിയ പിടിപാടൊന്നുമില്ല. അപ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ച് വെച്ച് കണ്ടോട്ടോ. അതെ ഇത് ഞാൻ ചെയ്യണ മെതേഡാട്ടോ. അതെ ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്യിക്കും, അല്ലെങ്കിൽ പിന്നെ കട്ടയായിട്ട് കിടക്കും ഒന്നിച്ച് ഒഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് മിക്സ് ചെയ്താൽ കുഴപ്പമില്ല. ഇത് എന്തിനാന്ന് വെച്ചാൽ പാല് കുറുക്കുന്നു എന്നല്ലേ നമ്മൾ പറയണേ. കുറുക്കി എടുക്കാനുള്ള അരിപ്പൊടിയാണ്, വറുത്ത നൈസായിട്ടുള്ള അപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. ഇത് ഈ പുട്ടുപൊടി ആകുമ്പോൾ ചിലപ്പോൾ തരിങ്ങ് പോലെ കിടക്കും, അതുകൊണ്ട് ശരിയാവില്ല. ലയിച്ചൂന്ന് തോന്നും, ഇച്ചിരി ഉള്ളിലുണ്ട്. ഇനി നമുക്ക് പാലിതിലേക്ക് ചേർക്കാം. ശർക്കര ഉരുക്കിയത് തണുത്തോട്ടോ. ദേ അരിപ്പൊടി കലർത്തിയ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുവാണേ. ദേ ഇച്ചിരി ഇതാവാനുണ്ട്, നമുക്ക് ഇച്ചിരി ഇതിലിരിക്കണ തേങ്ങാപ്പാലയിലേക്ക് ഒഴിക്കാം. ഈ പൊടി ഇതിനകത്തുണ്ട് കുറച്ച്, അത് എത്ര മിക്സ് ആയാലും ഇച്ചിരി അതിലിരിക്കും. നമുക്ക് ഇവിടെ പാല് വെച്ചിട്ടുണ്ട്. പാലെന്ന് പറഞ്ഞാൽ തേങ്ങ ചിരട്ടി പിഴിഞ്ഞ പാലട്ടോ. ഇതിലേക്ക് ചേർത്ത് ഇളക്കി 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 നമുക്ക് ശരിയാക്കാം കേട്ടോ. ഒഴിക്കുവാണേ. ഒഴിച്ചോ ഒഴിച്ചോ. ഇനി മതിയായിരിക്കും, ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കണം. അത്രേ ഉള്ളൂ, പാല് കുറുക്കുക. പിന്നെ അതിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏലക്കായും ജീരകവും പൊടിച്ചത് ചേർക്കുക. ഇത്രേ പരിപാടിയുള്ളൂ. ഇത് ഉണ്ടാക്കാൻ താരതമ്യേന നല്ല എളുപ്പം. ശർക്കര ഉരുക്കുക, തേങ്ങ ചിരണ്ടി പിഴിയുക, എന്നിട്ട് അതിലേക്ക് ഇച്ചിരി അരിപ്പൊടി മിക്സ് ചെയ്ത് ഇളക്കി കുറുക്കിയെടുക്കുക. അപ്പം ഉണ്ടാക്കാൻ ഇച്ചിരി ഉണ്ട്. പിന്നെ വറുത്ത അപ്പത്തിന്റെ പൊടിയൊക്കെ ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാട്ടോ. ഞാനിപ്പോ അരി ഞാൻ പറഞ്ഞില്ല ഇത്തവണ ഉണക്കലരിയും കൊണ്ട് നമ്മള് അരച്ചെടുക്കണോണ്ട് അങ്ങനെയുള്ളത് കൊണ്ട് ഇച്ചിരി ഒരു ഇതുണ്ടെന്നുള്ളൂ. പിന്നെ ശർക്കര എപ്പോഴും ഇല്ലേ, എത്ര ഇതാണെങ്കിലും ഒന്ന് ഉരുക്കി വെച്ച് ഒന്ന് അരിച്ചെടുക്കണം, നല്ലതായിരിക്കും. ഈ മറയൂർ ശർക്കരയിൽ മാലിന്യം ഇല്ല. ഇവിടെ മേടിക്കുന്നത് മറയൂർ ശർക്കരയാണ്. മാലിന്യവും തീരെ ഇല്ല, ഉപ്പ് ഒട്ടുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ചെയ്യുമ്പോൾ ഞാനൊന്ന് അരിച്ചേക്കും. എന്തെങ്കിലും കരട് കിടന്നാൽ പിന്നെ പെസകാപ്പാലല്ലേ, വിശുദ്ധിയായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് കാരണം അങ്ങനെ ചെയ്യും. പിന്നെ പഴയ വീടുകളിൽ, പഴയ കാരണവന്മാരുള്ള വീടുകളിലൊക്കെ പെസക അപ്പം ചൂടാനായിട്ട് നമ്മൾ അപ്പച്ചമ്പ് തന്നെയാണ് എടുക്കണത്. പണ്ട് കോട്ടപ്പടിയിലെ ഐസക് ചാച്ചൻ്റെ അമ്മായിയുടെ വീട്ടിലൊക്കെ അവിടുത്തെ അമ്മ നല്ല ഒന്നാന്തരം പെസകാപ്പ് ഉരുളിയിൽ ചുട്ടുണ്ടാക്കും. അടിയിലും മുകളിലും കനലിങ്ങനെ ഇട്ട്, അടുപ്പിലെ അടിയിൽ കനല്,
ഉരുളി വെച്ചേച്ച് ഒരു കിണ്ണത്തില് അപ്പം വെക്കും. എന്നിട്ട് മീതെ മൂടി തട്ടകം വെച്ചേച്ച് അതിലും കനല് കോരിയിട്ട് ചുടും. നല്ല ഒന്നാന്തര അപ്പൊ ഈ പാല് കുറുക്കാനായിട്ട് പണ്ടത്തെ കാരണന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൺകല, അത് ഈ മൺകല എനിക്ക് തോന്നുന്നു പുത്തങ്കലാണോ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ നേരത്തെ ഇത് ഉപയോഗിച്ചേച്ച് കലം കഴുകി ഉണക്കി അത് തട്ടുമ്മേൽ എവിടെയെങ്കിലും ശുദ്ധിയായിട്ട് സൂക്ഷിക്കുമെന്നറിയില്ല, വേറെ കറികൾക്കൊന്നും എടുക്കാതെ പിറ്റേ വർഷം ഉപയോഗിക്കാൻ. അതെയോ ഇനി പുത്തൻ കലം മേടിച്ച് അതിലാണോന്ന് എനിക്കറിയില്ല. ചിരട്ടക്കയിലും കലവും നല്ല നീറ്റായിട്ടുള്ള മൺകലം, മൺചട്ടി, കലയായിട്ടുള്ള ഈ കൂട്ടാൻ വയ്ക്കുന്ന ഭാഗത്തിനുള്ള പൊങ്ങിയിരിക്കുന്ന മൺകലയില്ല, അങ്ങനത്തെ അതിലാണ് നമ്മൾ ഈ കഞ്ഞി വെക്കാൻ പണ്ട് ഒരു മൺകലം മേടിച്ചില്ല, മൺചട്ടി മേടിച്ചില്ല, അങ്ങനത്തെ ഉള്ളതിലാണ് പഴയ കാരണന്മാരുടെ വീടുകളിൽ ചെയ്യണം. അതൊക്കെ ഇതൊരു ആചാരമായിരിക്കും, ചിലപ്പോൾ അതിന്റെ ഒരു ഭാഗമായിരിക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൺകലത്തിൽ തന്നെ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടാനായിരിക്കാം. ഞാനത് ഓർത്തില്ല, നമുക്ക് മൺകലം ഉണ്ടായിരുന്നു, ഓർത്തില്ല. ഇപ്പൊ ഉരുക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. പിന്നെ അത് വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ചൊക്കെ ഉണക്കി എടുക്കണം. ഈ കഞ്ഞി വെച്ചേച്ച് ചുമ്മാ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം, അതിലൊന്നും ചെയ്താൽ കൊള്ളൂല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഓരോ രീതികൾ പഴയ ആൾക്കാരുള്ള വീടുകളിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഇതിന്റെ കാര്യങ്ങൾ തന്നെ അല്ലേ സ്പീഡപ്പായി. ഈ ജോലി ചെയ്യണ വീടുകളിൽ, അമ്മമാരൊക്കെ ജോലി ചെയ്യണ വീടുകളിലാണെങ്കിൽ ഇപ്പൊ ഒരുപാട് വീടുകളിൽ കുടിൽ വ്യവസായം പോലെ അപ്പമൊക്കെ സെയിലിനുണ്ട്, ഇഷ്ടംപോലെ വീടുകളിലുണ്ട്. പാല് കുറുക്കി കൊടുക്കൂലെന്ന് എനിക്ക് തോന്നുന്നത്, അപ്പം അങ്ങനെ കൊടുക്കണതോ. അങ്ങനെയുണ്ട്, ഒരുപാട് വീടുകളിലുണ്ട്. ഈ ഇവിടെയൊക്കെ ഉണ്ട്, തിരുവാണൂർ ഭാഗത്തൊക്കെ ഉണ്ട്, കുളന്തുരുത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൽ കണ്ടതാ, വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടതാ. പാല് കുറുകി തുടങ്ങി, വീഡിയോയിലെടുത്തോ. കാരണം ഒരുപാട് കുറുക്കാതെ വാങ്ങും, ഇരുന്ന് കുറുകും കേട്ടോ. പായസമൊക്കെ കുറുകം പോലെ കുറുകി തുടങ്ങി. ഇനി ലാസ്റ്റ് നമുക്ക് ഇത് പൊടിച്ച് ചേർക്കാനുള്ളത് നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ, കാരണം പൊടിച്ച് വെച്ചിട്ടില്ല. ഏലക്കായും പൊടിച്ച് ചേർക്കണം, അതാണ് മേമ്പൊടി അല്ലേ. അതോടുകൂടി പരിപാടി കഴിഞ്ഞ പിന്നെ വൈകിട്ട് കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:30-7 ആകുമ്പോഴത്തേക്കും കുരിശപ്പം കട്ട് ചെയ്ത് പാലും കൂട്ടി കഴിക്കാം. അത് കാണിക്കാം, നിങ്ങൾ എല്ലാ വർഷവും നമ്മൾ കാണിക്കാറുണ്ട്. പാല് കുറുകി ഏതാണ്ട് ഒരു ഈ കൈ കൊണ്ട് കാണിക്കണ്ടേ, കുറുകലുണ്ടോ നമുക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വറ്റിപ്പോ അപ്പം പോലെ ആയി പോകും. ഓഫ് ചെയ്യാട്ടോ, ഇപ്രാവശ്യം ഇല്ലേ പാല് ഓഫ് ചെയ്യുവാട്ടോ. ഇത്തവണ പാല് കുറുക്കിയതിൽ കളറ് കറക്റ്റായി വന്നിട്ടുണ്ട്. അതായത് പാല് കുറുക്കുമ്പോൾ, പെസകായ്ക്ക് പാല് കുറുക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം മുന്നിൽ പാടില്ല. തേങ്ങാപ്പാലിന്റെ ടേസ്റ്റും മധുരത്തിന്റെ ടേസ്റ്റും കൂടെ ഏതാണ്ട് ഈക്വൽ ആയിട്ട് നിൽക്കണം. അപ്പൊ കളറ് വരുമ്പോ ഇതുപോലെ സ്വല്പം പെയിൽ കളറായിരിക്കണം. ശർക്കരയുടെ കളറ് മുന്നിൽ പാടില്ല. പായസത്തിനൊക്കെ ആകുമ്പോ വരണ്ട് ശർക്കരയുടെ നിറമല്ലേ നമുക്ക്, ഡാർക്ക് കളർ. അങ്ങനെ ഡാർക്ക് പാടില്ല, പെയിൽ കളറാണ് നല്ലത്. ഇതിപ്പോ ഏതാണ്ട് നല്ലൊരു പെയിൽ കളറായിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടെ വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ തേങ്ങാപ്പാൽ ഇച്ചിരി കുറവും മധുരം ഇച്ചിരി കൂടുതലുമായിട്ടാണ് നിന്നത്. ഇത്തവണ പക്ഷെ മധുരം ന്യൂട്രലൈസ് ചെയ്ത് പോയിട്ടുണ്ട്. പാലിന്റെ കളർ അതിലേക്ക് അതുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ പെയിൽ കളറായിരിക്കും നല്ലത്. ഇച്ചിരിയോടെ പെയിലായാലും നല്ലതാട്ടോ, കുഴപ്പമില്ല. അങ്ങനെയാണ് പാല് കുറുക്കണം എന്നല്ലേ നമ്മൾ പറയണം, അല്ലാണ്ട് ശർക്കര കുറുക്കണം എന്നല്ലല്ലോ പറയണം. അപ്പൊ അതാണ് അതിന്റെ വേണ്ടത്. പക്ഷെ നമ്മൾ ഈ ആണ്ടിലൊരിക്കൽ ഉണ്ടാക്കി വരുമ്പോ ചിലപ്പോ ഇച്ചിരി മധുരത്തിന്റെ ഇത് മുന്നിൽ പോവും, ചിലപ്പോ പാലിന്റെ മുന്നിൽ പോവും. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കണ ഒരു ഐറ്റം അല്ലല്ലോ, വർഷത്തിലൊരിക്കൽ ചെയ്യണതാണല്ലോ. അപ്പൊ കറക്റ്റ് ഇതായിരിക്കൂല ചിലപ്പോ ചെയ്യുമ്പോ. ഇത്തവണ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കൃത്യമായിട്ട് ചെയ്യണവർക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. ഇനി ഞാൻ ഓഫ് ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് ഈ ബർണറിൽ നിന്നൊന്ന് മാറ്റാൻ, ചൂടുള്ളതിലിരുന്ന വീണ്ടും ചൂട് കൊണ്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ ആ ഇടികല്ലെടുക്കാം. എന്നിട്ട് നമുക്ക് ജീരകവും ഏലക്കായും പൊടിച്ച് ചേർക്കാം അതിലേക്ക്. പിന്നെ ഏലക്കയൊക്കെ തൊണ്ട് ഞാൻ സാധാരണ ഏലക്കേ പായസത്തിനൊക്കെ ഇടുമ്പോ തൊണ്ട് കളഞ്ഞേച്ച് കായ എടുത്തേച്ചില്ലേ, പിന്നെ ആ തൊണ്ടും കൂടെ കുറച്ചിട്ടൊക്കെ ചതച്ചെടുക്കാറുണ്ട് ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടി. പക്ഷെ പെസകേടെ ആയതുകൊണ്ട് ഞാൻ തൊണ്ട് മൊത്തം മാറ്റിട്ടോ, തൊണ്ട് ഇടണില്ല. ഇപ്പൊ പായസത്തിനൊക്കെ ഞാൻ ചേർക്കും, എന്നാന്ന് വെച്ചാൽ തൊണ്ടിന് സ്മെല്ല് കിട്ടും. അപ്പൊ ഇതിനങ്ങനെ പാടില്ല. അപ്പൊ ഏലക്കായും ഉണ്ട്, ജീരകം അതറിയാം. ഒരു തൊണ്ട് കിടപ്പുണ്ട മാറ്റിട്ട് കേട്ടോ. കറിക്ക് എടുക്കണ സാധാ ചെറിയ ജീരകം ഇനി ഇടിക്കുവാണേ.
ചെറുത്തരിങ്ങ് പോലെയൊക്കെ ഉണ്ട്. ദേ മേമ്പൊടി ചുക്കിടില്ല അല്ലേ? ചുക്ക് ഇടണമെങ്കിൽ ഇടാം. ഇവിടെ ചുക്ക് ഇരിപ്പില്ല പക്ഷേ അത് ഇടുന്നവരുണ്ട്. ഞാനിവിടെ ഇരിപ്പില്ല സാധനം. ഇച്ചിരി ഇരിപ്പുണ്ട്. അത് പഴയത് അതിട്ടാൽ കൊള്ളൂല. ഇതിന്റെ മണം ഉണ്ടല്ലോ. അല്ല വേണ്ട, ചുക്ക് അത് പഴയതൊന്നും ഇതിന് ഇടരുത്. പെസഹാപ്പാലിനുണ്ട് ഫ്രഷായിട്ടുള്ള സാധനം ഇടാവുള്ളൂ. ഇച്ചിരി പൊടിയുണ്ട്. പെസഹ അപ്പവും പാലും റെഡിയായി. ഇനി വൈകിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വീട്ടിലെ ഗൃഹനാഥൻ അപ്പം മുറിച്ച് പാലും ചേർത്ത് എല്ലാവർക്കുമായിട്ട് കൊടുക്കുന്നു. വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും പങ്കുവെക്കലിൻ്റെയും സ്മരണ പുതുക്കിക്കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹീതമായ പെസഹ ആശംസകൾ.